ഹലോ എവരി വൺ ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ വർക്ക് ഫ്രം ഹോം തുടങ്ങിയ പിന്നെ ഞാൻ എൻ്റെ തലയിൽ പാക്കുകൾ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല കേട്ടോ. കൂട്ടത്തിൽ ഷാമ്പൂവിൻ്റെ അളവും കൂടിയിട്ടുണ്ട് ഉപയോഗിക്കൽ. അതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല മുടി കൊഴിച്ചിലാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു വീണ്ടും എൻ്റെ പഴയ റൊട്ടീനിലോട്ട് വരാമെന്ന്. കാരണം ഞാൻ ഒന്നേക്കൊന്നരണം എൻ്റെ തലയിൽ പാക്കൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കുളിക്കാറുള്ളത്. അങ്ങനെയായിരുന്നപ്പോൾ മുടി കൊഴിച്ചിലും നല്ല രീതിയിൽ കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി മുതൽ എന്തായാലും ആ റൊട്ടീൻ തന്നെ ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ ഹെയർ വാഷ് ഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എൻ്റെ കുളി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ രാവിലെ കുളിക്കുന്നതും നല്ല പരിപാടിയാണ് കേട്ടോ. കാരണം നല്ലൊരു ഉണർവ് കിട്ടും. നമ്മുടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ തീർന്നൊരു ഫീല് കിട്ടും കേട്ടോ രാവിലത്തെ ഒരു കുളി പാസ്സാക്കി കഴിഞ്ഞാൽ. പക്ഷെ സ്ഥിരമായിട്ട് കുളിക്കലൊന്നും ഇല്ല കേട്ടോ. ഞാൻ വിചാരിക്കാറുണ്ട് എല്ലാ ദിവസവും രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിക്കണമെന്ന്. പക്ഷെ ഭയങ്കര മടിച്ചാണ് കേട്ടോ ഞാൻ. ഓരോ കാര്യം ചെയ്യാനും ഭയങ്കര മടിയാണ് എനിക്ക്. അതുകൊണ്ട് വിചാരിക്കൽ മാത്രമേ നടക്കാറുള്ളൂ എന്നുള്ളതാണ് സത്യം. ഇന്നെന്തോ രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനൊരു ഗ്ലാസ് ചായ വെച്ച് കുടിക്കുന്നുണ്ട്. കൂട്ടത്തിൽ അച്ഛനും അമ്മയ്ക്കുള്ള മുട്ട കൂടി പുഴുങ്ങാൻ വെക്കുന്നുണ്ട് കേട്ടോ. അമ്മ കോഴിമുട്ട കഴിക്കും, അച്ഛൻ താറാമുട്ട കഴിക്കും. അത് രണ്ടും എടുത്ത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അച്ഛനും അമ്മയും രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ അവർ കട്ടൻ ചായ വെച്ച് കുടിക്കും. ഞാനാണെങ്കിൽ പതുക്കെ ആങ്ങിത്തോങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഒരു സമയമാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കുള്ള ചായ വെക്കാറില്ല. കാരണം പിന്നെ എന്തായാലും ചൂടാക്കേണ്ടി വരും. പിന്നെ വീണ്ടും വീണ്ടും ചൂടാക്കിയാലും ചായയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചായ കൂടി നിർത്തിയതാണ് കേട്ടോ. പക്ഷേ ഇടയ്ക്കൊരു തോന്നലാണ് കേട്ടോ. ഇന്ന് അച്ഛനും അമ്മയും പണിക്ക് പോയിട്ടില്ല കേട്ടോ. കൂട്ടത്തിൽ ഞാനും കൂടി ഒരു ലീവ് അങ്ങോട്ട് എടുത്തു. അതുകൊണ്ട് പതുക്കെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് വെള്ളയപ്പാണ് കേട്ടോ. അതുകൊണ്ട് ഇന്നലെ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഗ്രീൻ പീസ് വെച്ചിട്ടൊരു കുറുമക്കറി ഉണ്ടാക്കാമെന്ന്. പക്ഷെ ഞാനും അമ്മയും പറച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടുപേരും ഗ്രീൻ പീസ് എടുത്ത് വെള്ളത്തിലിട്ട് വയ്ക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഗ്രീൻ പീസ് കൊണ്ടുള്ള കുറുമക്കറി ഉണ്ടാക്കൽ നടക്കില്ല. അതുകൊണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങും സവാളയൊക്കെ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കറിയൊക്കെ ഉണ്ടാക്കി മാറ്റി വെച്ചതിന് ശേഷം എനിക്ക് കുറച്ച് പ്ലാന്റ് നനയ്ക്കാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തിട്ട് വന്നു കേട്ടോ. കാരണം കഴിക്കാറാവുന്ന സമയം നോക്കി വെള്ളയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ചൂടോടുകൂടി കഴിക്കുന്നതാണല്ലോ നല്ലത്. വെള്ളയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ കഥ എനിക്ക് മനസ്സിലായത്. കാരണം അച്ഛൻ ഉരുളക്കിഴങ്ങ് കഴിക്കില്ല. ഞാൻ ആ കാര്യമാണെങ്കിൽ മറന്നു പോവുകയും ചെയ്തു. പിന്നെ ഇനി ഒന്നും നോക്കാനില്ല. ഇതിനെന്തായാലും ഒരു കറി വേണമല്ലോ. പഞ്ചസാര കൂട്ടിയും അച്ഛൻ കഴിക്കാനുള്ള ഒരു സാധ്യതയില്ല. അതുകൊണ്ട് നേരെ അമ്മേനെ വിളിച്ച് ചട്നി ഉണ്ടാക്കാൻ അങ്ങോട്ട് ഏൽപ്പിച്ചു കേട്ടോ. എനിക്കിനി ചട്നി ഉണ്ടാക്കാൻ വയ്യ. അപ്പം അമ്മ ഒന്ന് നാളെയൊക്കെ ചിരകി ചട്നി സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ചട്നിയൊക്കെ സെറ്റാക്കി ഞാനും അച്ഛനും അമ്മയും പോയിരുന്ന് ചായയൊക്കെ കുടിച്ച് വന്നു കേട്ടോ. അപ്പോഴാണ് ഇത്രയും നാളും എവിടെയോ പോയിരുന്ന ഒരാശാൻ തിരുമ്പി വന്നിട്ടേൻ എന്ന് പറഞ്ഞ് വന്നിട്ടുള്ളത്. വേറെ ആരുമല്ല കേട്ടോ, നമ്മുടെ മഴ ആശാനാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് നേരമെങ്കിലും ഇറയത്ത് പോയിരുന്ന് മഴ ഇങ്ങനെ ആസ്വദിച്ച് നോക്കിയിരിക്കണം. അങ്ങനെ അവിടെ ഞാൻ നോക്കിയിരിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ അവിടെ മഴയത്ത് സൈക്കിൾ ചവിട്ടി ജനലുമ്മ കയറി കളിക്കുകയാണ് കേട്ടോ. എന്തായാലും അവൻ അവിടെ കളിക്കട്ടെ. നമുക്ക് നമ്മുടെ ഉച്ചത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാം കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് ബീട്രൂട്ട് എടുത്ത് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് എന്തായാലും ലീവ് എടുക്കാൻ പറ്റില്ല, ജോലിക്ക് കയറിയേ പറ്റുള്ളൂ. വേണമെങ്കിൽ ഒരു കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെന്തായാലും എനിക്ക് വലിയ ഉപകാരമായിപ്പോയി. കാരണം വേറെ ഒന്നല്ല കേട്ടോ, ഞാനിന്ന് മെയിനായിട്ട് ലീവ് എടുത്തത് അമ്മ ഇന്ന് വീട്ടിലുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഗാർഡനിൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. കുറച്ച് പുല്ല് പറിക്കാനും അതുപോലെ തന്നെ പ്ലാന്റുകളൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടായിരുന്നു ഇരുന്നത്. പക്ഷേ എൻ്റെ പ്ലാൻ മൊത്തത്തിൽ തകർക്കുന്ന ഒരു ഫോൺ കോളായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ. ചടപടേന്നായി എൻ്റെ ഓരോ കാര്യങ്ങളും. മീൻകാരൻ മാമനെ കണ്ടിട്ട് ഇപ്പോൾ കുറേ നാളായിട്ടോ. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഇന്ന് മീൻ കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയില്ല. വീട്ടിലാണെങ്കിൽ പച്ചക്കറിയൊക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഒരു ദിവസം കടയിൽ പോകണം. പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ പോകണം കേട്ടോ. ഈവനിങ്ങിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ജോലിക്ക് കാരണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അമ്മ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെയ്തോളാം, നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് സമയമുണ്ട് കേട്ടോ. കാരണം ഞാനിന്ന് ഓൾറെഡി ലീവ് പറഞ്ഞതുകൊണ്ട് ഇന്ന് ലീവ് എടുക്കാൻ പറ്റാത്തതുകൊണ്ടും അവരെനിക്ക് സമയം തന്നിട്ടുണ്ട്. നമുക്കൊരു 11:30 ആകുമ്പോൾ കയറിയാൽ മതി. പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന കറികളും വളരെ സിമ്പിളല്ലേ, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാൻ പറ്റും കേട്ടോ. മുട്ടപ്പവും അതുപോലെ തന്നെ ബീട്രൂട്ട് ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ മുട്ടപ്പൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ച് പിന്നെ നമ്മളിതേ ബീട്രൂട്ടും കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് വേവുന്ന അരിയാണ് കേട്ടോ. അധികം സമയം വേണ്ട അരി വെന്ത് കിട്ടാനായിട്ട്. അതുകൊണ്ട് തന്നെ വിചാരിച്ചു ഇനി ഇപ്പോൾ തീ കൂട്ടാനൊന്നും നിൽക്കണ്ട. കാരണം വെള്ളം ഇന്നലെ തിളപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ പിന്നെ തീ പിടിച്ച് വരുമ്പോഴേക്കും ചോറ് വേവും. അതുകൊണ്ട് നേരെ അത് ഗ്യാസുമ്മ തന്നെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ സമയം നോക്കുമ്പോൾ തന്നെ 10:30 ആയിട്ടുള്ളൂ കേട്ടോ. ഇനിയും കിടക്കുന്ന 1 മണിക്കൂർ കൂടി. അപ്പോൾ എൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു വയ്ക്കാമെന്ന് വിചാരിച്ചു.
നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പൊടികളൊക്കെ ഉണ്ടല്ലോ, അത് ഓരോ പാത്രവും തുറന്നെടുക്കൽ ഇത്തിരി ടാസ്ക് പിടിച്ച പണിയാണല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ റീലൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചേച്ചി ഇതുപോലെ ഒരു പാത്രം ഉപയോഗിക്കണുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇത് കുറച്ചും കൂടി ഈസി ആണല്ലോ, നമുക്കും കൂടി ഒരെണ്ണം വാങ്ങാമെന്ന്. അങ്ങനെ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. അധികം റേറ്റ് ഒന്നും ആയിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ കുറേ നാളായിട്ടുള്ളതുകൊണ്ട് റേറ്റ് ഓർമ്മ വരുന്നില്ല കേട്ടോ. അങ്ങനെ അതിൻ്റെ പൊടികളൊക്കെ തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴുകി വെക്കാറുണ്ട്. അങ്ങനെ കഴുകി ഉണക്കി എടുത്തോണമെന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൽ പൊടികളൊക്കെ ഇട്ട് ഫില്ല് ചെയ്യണം കേട്ടോ. ഇതാദ്യം യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്ത ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ പൊടികളും അതുപോലെ കടുക് ഉലുവയൊക്കെയാണ് കേട്ടോ അതിലിട്ട് വെക്കാറുള്ളത്. അതെല്ലാം നിറച്ചങ്ങോട്ട് ഇട്ട് വെച്ചു. കാരണം അങ്ങോട്ട് നിറഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ എടുത്തു തുടങ്ങിയപ്പോഴാണ് അബദ്ധം മനസ്സിലായത്. ഒന്നാമത്തെ കാര്യം, നമ്മളത് ഓരോന്ന് പൊക്കിയിട്ടല്ല ഇടുന്നത്. ആ പാത്രം അങ്ങനെ തന്നെ പിടിച്ചിട്ടാണ് കേട്ടോ ഇടല്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി ആകെ മിക്സായി. പിന്നെ കടുകൊന്നും പറക്കിയെടുക്കലേ നടക്കില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഉപയോഗിച്ച് ആ പൊടി തീർത്തു കേട്ടോ. അതുകൊണ്ട് പകുതി വെച്ചിട്ടേ ഇടുന്നുള്ളൂ. ഈ പാത്രം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴാണ് കേട്ടോ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം നിറച്ചവിടെ വെക്കും, നമ്മൾ മറന്നു പോകാറുണ്ട്, പഴയ ഓർമ്മയിൽ നേരെ പോവും. ഇപ്പോഴും അമ്മയ്ക്ക് അബദ്ധം പറ്റാറുണ്ട്. എങ്കിലും ഞാനിപ്പോൾ കറക്റ്റായിട്ട് ഈ പാത്രം തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. അതൊക്കെ ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലെ ഇന്നത്തെ യുദ്ധം അങ്ങോട്ട് തീർന്നിട്ടുണ്ട്. എനിക്ക് വർക്കെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അമ്മ വേഗം വന്നിട്ട് ബാക്കി ഉണ്ടായിരുന്ന പാത്രങ്ങളും കഴുകി അടുക്കള മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് അതൊന്നും ശ്രദ്ധിക്കേണ്ട. പിന്നെ അമ്മ നേരെ അലക്കാൻ പോയിട്ടോ. അപ്പം അമ്മ അവിടെ അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു തുണികൾ വിരിച്ചിട്ട് കൊടുക്കാമെന്ന്. കാരണം എനിക്കിനി കുറച്ച് സമയം കൂടി ഉണ്ട് കേട്ടോ. ഞാൻ പുറത്തേക്ക് വരുമ്പോഴേക്കും അമ്മയുടെ അലക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ വന്ന മഴ അതേ സ്പീഡിൽ തന്നെ തിരിച്ചു പോയി വെയിൽ ഉദിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പുറത്ത് തന്നെ തുണികളൊക്കെ വിരിച്ചിടാം. തുണികൾ വിരിച്ചിട്ടിരിക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലമ്മായി ഇന്ന് നിനക്ക് ജോലി ഇല്ലയെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കഥനകഥ വിശദീകരിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് പോയി നമ്മുടെ വർക്കിലേക്ക് കയറാം കേട്ടോ. ആദ്യം തന്നെ ചെയ്യുന്നത് അവരുടെ ആപ്പിൽ കയറിയിട്ട് നമ്മുടെ അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യലാണ്. അതിനുശേഷം എനിക്ക് റിപ്പോർട്ട് സബ്മിഷൻ ഉണ്ട് കേട്ടോ. ഇന്നലത്തെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടില്ല, അതൊക്കെ സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം ഇന്ന് അസൈൻ ചെയ്ത വർക്ക് എന്താണോ അതും കൂടി അങ്ങോട്ട് ചെയ്യാം. അപ്പം ഇന്നത്തെ വ്ളോഗിൻ്റെ എൻ്റെക്ക് വന്നിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ നാളെ കാണാം.